ഞാൻ ഒരു ഉത്തരം എക്സ്പെക്ട് ചെയ്തിട്ടാണ് ചോദിച്ചത്. പക്ഷെ ആളുടെ അടുത്ത് നിന്ന് വന്ന മറുപടി വേറെയായിരുന്നു. കാരണം നമ്മളിപ്പം ഒരു 10 പെൺപിള്ളേരിപ്പം ഈ പേര് നോക്കുന്നുണ്ട്, 9 പേരോട് ചോദിച്ചാൽ അവർക്ക് ഒരു അനുഭവം. നല്ല പടം. സൂപ്പർ അല്ലേ? സൂപ്പർ സൂപ്പർ. നല്ല പടം. സിനിമ ഇഷ്ടപ്പെട്ടോ? എല്ലാ പടത്തിനും റിവ്യൂ എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാനും കൂടി ഭാഗമായാലും പടത്തിൽ എനിക്കൊരു റിവ്യൂ പറയാൻ പറ്റുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും കൂടി ഒരു ചെറിയ ഭാഗമായിട്ടുണ്ട്. നല്ലൊരു പടമാണ്. എല്ലാവരും ചെന്ന് കാണണം. എല്ലാവരും പ്രാർത്ഥന വേണം, സപ്പോർട്ട് ചെയ്യണം. വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. പടം പടം എങ്ങനെ ചേട്ടാ? ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം കേട്ടോ. എനിക്കില്ല, കാരണം ഒരു നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലം. നല്ല സിനിമയാണ്. നന്നായിട്ട് ചെയ്തൊരു പ്രതീക്ഷ. ഞാൻ ചേട്ടനോട് നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റി. താങ്ക് യു. എന്താണ് ചിരിക്കാനും കോമഡിയൊക്കെ ഇതിൽ ഞാനൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ലാഗില്ലാണ്ട് പടം പോയിട്ട് നല്ല രസമായിട്ടുണ്ട്. നല്ല രസമുണ്ട്. ബാക്കി ഓഡിയൻസ് തന്നെ പറയട്ടെ. ബാക്കി ഓഡിയൻസിൻ്റെ കയ്യിലാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു. ടീമെല്ലാം ഇനി ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ്. നല്ലൊരു പോലീസ് റോളൊക്കെ ചെയ്ത് കയ്യിൽ വേണ്ടി തോന്നുന്നു. സന്തോഷമായിട്ട് പറഞ്ഞ പോലെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ നന്നാവുമെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇല്ല, തീർച്ചയായിട്ടും തിയേറ്ററിൽ എല്ലാ പ്രേക്ഷകരും നല്ല സിനിമ കാണാം. എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു കുഞ്ഞു സിനിമയാണ്. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനും ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടിട്ട്. സോ എല്ലാ ആൾക്കാരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്ക്രീനിലുണ്ട്. വളരെ ഹാപ്പിയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? ഇഷ്ടപ്പെട്ടോ? നല്ല പടം. എങ്ങനെയായിരുന്നു പടം? ചേട്ടാ എങ്ങനെയായിരുന്നു? കുഞ്ഞുപടം പൊളിച്ചിരിക്കല്ലേ? ഓക്കെ. ചേട്ടാ എങ്ങനെ? നല്ലത്. ഞാനാണെങ്കിൽ തിരക്കഥ സന്തോഷം ചെയ്തത്. ഞാനല്ലല്ലോ അഭിപ്രായം പറയേണ്ടത്, നിങ്ങളൊക്കെ അല്ലേ പ്രേക്ഷകരാണ്. എന്തായാലും പ്രേക്ഷകർ അവിടെ ഇരുന്ന് കണ്ടതിന് ഞാൻ പുതിയൊരാളായതുകൊണ്ട് എന്നെ അധികം തിരിച്ചറിയാത്തതുകൊണ്ട് അവരുടെ തൊട്ടടുത്തുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആ ഓഡിയൻസ് വളരെ തൃപ്തനാണ്. ധ്യാൻ ശ്രീനിവാസൻ സിനിമയെ കുറച്ചുകൂടി നല്ല രീതിയിൽ ധ്യാൻ പെർഫോം ചെയ്തൊരു സിനിമയാണ്. എന്തായാലും ഭയങ്കര സന്തോഷം. ഇനിയൊക്കെ ദൈവത്തിൻ്റെ പ്രേക്ഷകരുടെ കയ്യിലാണ്. താങ്ക് യു. നന്നായി
ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞു ഓഡിയൻസിന്റെ കൂടെ കണ്ടു. എങ്ങനെയുണ്ട്? എന്താ ഫീൽ ചെയ്യുന്നത്? നല്ല സന്തോഷമുണ്ട്. എല്ലാവരും കാണാം. പടം ധ്യാൻചാൻ്റെ അനിയത്തിയായിട്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അതുകൊണ്ടൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കാണാം. നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. തിയേറ്റർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഞാൻ അഭിനയിച്ചതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഐ എം വെരി ഹാപ്പി. ഇനി ബാക്കി ഓഡിയൻസ് തന്നെ പറയണം. ഇത് ഓൾമോസ്റ്റ് 1.5 ഇയേഴ്സ് മുന്നേ ഷൂട്ട് ചെയ്തതായിരുന്നു. ഇപ്പം 1.5 ഇയേഴ്സിന് ശേഷം റിലീസായി. ക്യാരക്ടറിൻ്റെ പേര് ആൻസി എന്നാണ്. ഭയങ്കര ഒരു ബബ്ലി ഹൈപ്പർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പം ബാക്കി ഓഡിയൻസ് ആയിട്ട് പറയട്ടെ. ഓക്കെ ഞാൻ താങ്ക് യു. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ പേര് സൂര്യ എന്നാണ്. എൻ്റെ നാട് കാഞ്ഞിരപ്പള്ളിയാണ്. എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ജസ്പാൽ സാർ സംവിധാനം ചെയ്ത് ബിജു ചേട്ടൻ തിരക്കഥ എഴുതി ശിവകുട്ടൻ സാറിൻ്റെ കഥയെ വളരെ സന്തോഷമാണ്. ത്രൂ ഔട്ടായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്. ധ്യാൻ്റെ ഫ്രണ്ടായിട്ടാണ് ഇതിൽ. ക്ലബിലെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരാളാണ് ഞാനും. ഒരുപാട് സന്തോഷം. ലൊക്കേഷനാണെങ്കിലും സെറ്റാണെങ്കിലും എല്ലാവരും ഒരുപാട് ഹാപ്പിയായിരുന്നു. വളരെ സന്തോഷം കേട്ടോ. ഫസ്റ്റ് തുടക്കം. താങ്ക് യു.